അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഞാൻ ഇന്നൊരു നാടൻ രീതിയിലുള്ള ചക്കരിശ്ശേരി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതാ ചെറുതാക്കി നുറുക്കിയിട്ടുള്ള ചക്കയിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല വെള്ളമായിട്ടുള്ള കറിയാണ് വേണ്ടത് വെച്ചാൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. എനിക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ട, അപ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, ശകലേ ഒഴിക്കുന്നുള്ളൂ. ഇതൊന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നാളികേരം ചിരവണം. ചിരകിയ നാളികേരത്തേക്ക് ശകലം ജീരകം കൂടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. ഞാനധികം വെള്ളമില്ലാതെ കട്ടിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് കൂട്ടി ഇളക്കാം. അപ്പോഴത്തേനും നമുക്ക് ശകലം നാളികേരം നമ്മൾ വറവിടാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അതിന് ഞാൻ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചീനച്ചട്ടി എണ്ണ ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇങ്ങനെ വറ്റൽമുളകും നാളികേരവും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് എപ്പോഴും ഈ കറികളിൽ ഇങ്ങനെ വറ്റൽമുളക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മോരുകറിയിലൊക്കെ പ്രത്യേകിച്ചും അതിങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചുമന്ന കളറായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടിക്കാലത്ത് സ്ഥിരമായിട്ട് അധികം ചക്കക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്നും ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്കരിശ്ശേരി ആയിരിക്കും തിരുവാലിയിൽ കേട്ടോ. ഞങ്ങളിങ്ങനെ പാടത്ത് പുല്ലരിയാനൊക്കെ പോകുമ്പോൾ മാരാത്തുനിന്നും പടിഞ്ഞാറപ്പട്ടത്തുനിന്നൊക്കെ നമുക്ക് ചക്ക തരും. നമ്മളെ വീട്ടിൽ ചക്ക ഇല്ല, പക്ഷെ ഇഷ്ടംപോലെ ചക്ക കിട്ടുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മ കാര്യമായിട്ട് കൂടുതൽ ഈ ചക്കരിശ്ശേരിനെക്കാട്ടിലൊക്കെ ചക്ക വരട്ടി ചക്കപ്പം ഉണ്ടാക്കാനാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം. 2 തലേദിവസം ഉണ്ടാക്കി വയ്ക്കും. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അത് കഴിച്ചിട്ട് പോകും. അപ്പോൾ നമ്മളിതിൽ ഈ വറുത്ത നാളികേരം ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് കറിവേപ്പില ഇട്ടു കേട്ടോ എല്ലാ കറിയിലും. അതിങ്ങനെ കടിച്ച് കഴിക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ. വീട്ടിൽ കറിവേപ്പില ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലാത്ത ആൾക്കാർക്കായിരിക്കും ബുദ്ധിമുട്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഇവിടുത്തെ ചക്ക കഴിഞ്ഞു, ഇത് ലാസ്റ്റത്തെ ചക്കയായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ.